പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ട്. Sorry to interrupt. CC number 233/23. Yes, it's really shocking that Advocate David Abeldono is the lawyer for the മാധവ് സുരേഷ് നെപ്പോട്ടിസത്തിന്റെ ഏറ്റവും മോശമായ ഒരു ഭാവം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഒരു ഡയലോഗ് പോലും നേരെ ഞാൻ ഇദ്ദേഹത്തിന്റെ കുമ്മാട്ടിക്കളി എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന അതേ കാര്യം തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. നമ്മൾ അനാഥരാണ്, പക്ഷെ ഗുണ്ടകളല്ല. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവമാണ്. നിങ്ങളൊരു സൂപ്പർ സ്റ്റാറിന്റെ മകനാണ് എന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഇനിയും സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്ക്. പക്ഷെ എപ്പോഴെങ്കിലും ഈ സിനിമയ്ക്കൊക്കെ സൈൻ ചെയ്യുന്നതിനും ഇൻ്റർവ്യൂവിൽ പോയി തగ్గടിക്കുന്നതിനും ഒക്കെ ഇടയിൽ ഒന്ന് അഭിനയത്തിൻ്റെ ട്രെയിനിങ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം തിയേറ്ററിൽ ഇദ്ദേഹത്തെ കാണിക്കുന്ന ഓരോ സീനിലും എല്ലാവരും ചിരിക്കുകയായിരുന്നു. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. വളരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പറയുമ്പോൾ പല സീനിലും ഫേസ് കാണിക്കുന്നില്ല ഡയലോഗ് ഡെലിവറിയുടെ സമയത്ത്. അതൊക്കെ ഒരു എഡിറ്റർ അയാളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു ആർട്ടിസ്റ്റിന്റെ കഴിവുകേടിനെ മറക്കുന്നത് പോലത്തെ കാര്യങ്ങളാണ്. എന്തായാലും ശരിക്കും ആക്കുകയാണോ? ഈ സിനിമയുടെ OTT പ്രിന്റ് ഇറങ്ങി കഴിയുമ്പോഴേക്കും നമ്മൾ അനാഥരാണ് പക്ഷേ ഗുണ്ടകളല്ല എന്ന ഡയലോഗിന് ശേഷമുള്ള ബാക്കി സാധനങ്ങളും കൂടി ഈ സിനിമയിൽ നിന്ന് കിട്ടും. എനിക്ക് പറ്റി അത്രക്ക് മോശമല്ല, എന്നാലും വളരെ മോശം അഭിപ്രായം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് അതിന്റെ അന്വേഷണം അത് കോടതിയിൽ എത്തുമ്പോ എങ്ങനെയെന്നൊക്കെ പോകുമ്പോ ഒരു ക്യാരക്ടർ മാത്രം ഉണ്ട് മുഴച്ചു നിൽക്കും. അങ്ങനെയൊക്കെ വഴിയില്ലോ. ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഫുട്ബോളിലൊക്കെ വീക്ക് ആയിട്ടുള്ള പ്ലേയേഴ്സ് എന്നാ അവരെ ടീമിൽ എടുത്തേ പറ്റൂ. അപ്പൊ ഇതിനെ ടീമിൽ കൊടുക്കണം, എന്നാ ഒളിപ്പിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരൂല. ആ രീതിക്ക് അത് ശരിയാ. ഫസ്റ്റ് ഹാഫില് എന്തോ എണ്ണി പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? ഇയാളെ നേരെ ക്യാമറ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഇങ്ങനെ നിൽക്കുന്ന ആൾ ഇയാളെ നേരെ ക്യാമറ വരുമ്പോ കണ്ണൊന്നും വലുതാവും, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പുരുക എന്തൊക്കെയോ ചെയ്യും. എന്തിനാടാ കൊല്ലുന്നേ? ഞങ്ങൾ അനാഥരാണ്, അല്ലാതെ ഗുണ്ടകളല്ല. ഈ മാധവ് സുരേഷ് വരുമ്പം ഈ ഒരു സാധനം മനസ്സിൽ കിടക്കുന്നുണ്ട്. പുള്ളി ആ ക്യാരക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അഭിനയവും അത്ര ഭയങ്കര സംഭവമൊന്നുമില്ല, എന്നാലും മുതലും പലിശ ചേർത്ത് കിട്ടി. ഇതിൽ ചെറുക്കനെ ലേബൽ ചെയ്ത് പോയി. ഞങ്ങൾ ഗുണ്ടകളല്ല. നീ ഈ കണ്ണ് വിടർത്തി വെച്ച് അഭിനയിക്കുന്ന പ്രശ്നമൊന്നും എനിക്ക് തോന്നുന്നത് ഒരു നിഷ്കു ഫീൽ നമുക്ക് തോന്നുന്നുണ്ട്. ഞാൻ ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞതാണ്. എപ്പോഴും കണ്ണിങ്ങനെ വിടർത്തി വെച്ചോണ്ടിരിക്കുന്നത് ഒന്ന് മാറ്റിപ്പിടിക്കായിരുന്നു. സന്തോഷമായി, എനിക്ക് സന്തോഷമായി. ഞാൻ പോയിട്ട് നാളെ വരാം.